പ്രാപ്പൂയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരുങ്ങി. This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പ്രാപ്പൂയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരുങ്ങി. മാർച്ച് 28, 29, 30, ഏപ്രിൽ 1, 2 തീയതികളിൽ വിവിധങ്ങളായ പൂജാതി കർമ്മങ്ങളോടെയും വ്യത്യസ്തമായ സാംസ്കാരിക പരിപാടികളോടെയുമാണ് ആഘോഷം നടക്കുക. 5 ദിനങ്ങളിലായുള്ള ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പ്രാപ്പൂയിൽ ഭണ്ഡാരപുര എന്ന് അറിയപ്പെടുന്ന ഈ ദേവാലയം അതിൻ്റെ പ്രവർത്തന കാലയളവിൽ പ്രാപ്പൂർ ഇന്ന് കണ്ണൂർ ജില്ലയിൽ തലയുയർത്തി നിൽക്കുന്ന പ്രാപ്പൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചത് തന്നെ പ്രാപ്പൂയിൽ ഭണ്ഡാരപ്പുരയിൽ നിന്നാണ്. അത് പുരോഗമിച്ച് LP സ്കൂളായി 1980 വരെ പ്രാപ്പൂയിൽ ന്യൂ UP സ്കൂളിൻ്റെ നിയന്ത്രണം ഈ ക്ഷേത്രത്തിനായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. അതിനുശേഷം സർക്കാരിലേക്ക് വിട്ടു നൽകുകയായിരുന്നു. അങ്ങനെ വർഷങ്ങളായി ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അക്ഷരാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയും അതുവഴി ഈ നാട്ടിൻ്റെ സമഗ്രമായ പുരോഗതിക്കും തുടക്കമിട്ട ഒരു ദേവാലയം എന്ന നിലയിൽ ഈ പ്രദേശത്തുള്ള ജാതി, മത, രാഷ്ട്രീയ മറ്റു വർഗങ്ങൾക്കും അതീതമായ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് ഈ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടാറുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ അടുത്ത പള്ളികളിൽ നിന്നും അന്നദാനമായും മറ്റും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിന് വലിയ ഇടനിലം കൂടിയാണ് പ്രാപ്പൂർ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഈ പ്രദേശത്തെ ഒരു മഹോത്സവമായി കൊണ്ടാടാൻ മുഴുവൻ ആളുകളും സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 1998 പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രം ഭണ്ഡാരപ്പുരയിൽ നിന്നും ക്ഷേത്രമായി മാറുകയും പിന്നീടുള്ള വർഷങ്ങളായതിനു ശേഷം കഴിഞ്ഞ 2024 നവംബർ മാസത്തിൽ ക്ഷേത്രത്തിൽ വച്ച് നടന്ന ഇഷ്ടമംഗല പ്രശ്ന വിധി പ്രകാരം ജീർണാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ശ്രീകോവിലിൻ്റെയും മറ്റും കട്ടിളകൾ മാറ്റി കല്ലിൻ്റെ കട്ടിള വെക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും കൃഷ്ണശില കൊണ്ട് പാകുകയും മറ്റും വേണമെന്ന് ജ്യോതിഷത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പുനഃപ്രതിഷ്ഠ മഹോത്സവ പ്രതിഷ്ഠയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. 2025 ഏപ്രിൽ മാസം 20 ചാർജ് എടുത്തിട്ടുള്ള ഈ നിലവിലുള്ള കമ്മിറ്റി ഇതിൻ്റെ പുനഃപ്രതിഷ്ഠാ പ്രവർത്തനം ഏറ്റെടുക്കുകയും 18 മാസത്തെ കാലയളവിനുള്ളിൽ തീർക്കണമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സ്പീഡായി നമ്മുടെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇപ്പോൾ പ്രതിഷ്ഠയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. സാധാരണഗതിയിൽ 2-3 വർഷം എടുത്തു വരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ, അതായത് സ്വർണ്ണ പ്രശ്നത്തിൽ കണ്ടതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം ഒരു 10 മാസം കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. അപ്പം അത് കണ്ട് നമ്മൾ ഈ അടുത്ത 28-ന് കലശാട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നു. 1-2 ദിവസങ്ങളിൽ തെയ്യം നടത്തുക. സാധാരണഗതിയിൽ കുംഭം 13-14 ദിവസങ്ങളിലാണ് ഇവിടെ തെയ്യം നടക്കുക. ഈ പ്രാവശ്യം മാത്രം കലശാട്ടുമായി ബന്ധപ്പെട്ട് കലശാട്ട് നടക്കേണ്ടതുള്ളതുകൊണ്ട് തെയ്യവും കൂടെ കുറച്ച് ഡിലേ കിട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി വരും വർഷങ്ങളിൽ സാധാരണ പോലെ തന്നെ കുംഭം 13-14, അതായത് 12 സ്റ്റാർട്ട് ചെയ്ത് 12, 13, 14 എന്ന രീതിയിലാണ് സാധാരണ രീതിയിൽ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നാനാ ജാതി മതസ്ഥർ നമ്മളോട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരെ എത്തിച്ചേരാൻ കഴിയുന്നത്.
അപ്പം എല്ലാവരോടും ഇത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ സന്തോഷവേളയിലും ഈ നമ്മുടെ ഈ ഉത്സവത്തിൽ എല്ലാ ആൾക്കാരും പങ്കെടുത്തുകൊണ്ട് ഇതൊരു നാടിൻ്റെ ഒരു മുഴുവൻ ഉത്സവമാക്കി മാറ്റിയെടുക്കണം എന്നതാണ് ഞാൻ പറയാനുള്ളത്. പ്രകാശന കർമ്മം ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ഓമനക്കുട്ടൻ കമ്മിറ്റിക്ക് വേണ്ടി ക്ഷേത്ര കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ്. ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് അറിയിക്കുന്നു. ക്ഷേത്രം പ്രസിഡന്റ് പി ജയേഷ്, ക്ഷേത്രം സെക്രട്ടറി എ ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, ക്ഷേത്രം കമ്മിറ്റി അംഗം പി ദാമോദരൻ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ കുമാരൻ, കൺവീനർ ഓമനക്കുട്ടൻ, മാതൃസമിതി സെക്രട്ടറി രൂപ സുരേഷ് എന്നിവർ മാധ്യമയോഗത്തിൽ പങ്കെടുത്തു. ആഘോഷത്തിന് തുടക്കമിട്ട് മാർച്ച് 28 ശനിയാഴ്ച വൈകുന്നേരം ആചാര്യഭരണം, തുടർന്ന് പുതുതായി ക്ഷേത്രത്തിൽ നിർമ്മിച്ച ഭണ്ഡാരപ്പുരയുടെ സമർപ്പണ ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടിലത്ത് മധുസൂദനൻ തിരുമുമ്പ് നിർവഹിക്കും. പരേതരായ മുണ്ടയിൽ രാമൻ, കെ വി ചിരുതൈ എന്നിവരുടെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങളാണ് ഭണ്ഡാരപ്പുരയ്ക്ക് ആവശ്യമായ സ്ഥലം ദാനം ചെയ്തത്. 28 6:15 മുതൽ പ്രത്യേക പൂജാതി കർമ്മങ്ങൾ, രാത്രി 8:30 നൃത്തസന്ധ്യ, 9:30 പ്രാദേശിക കലാപരിപാടികൾ, രാത്രി 10 മണിക്ക് ഫ്യൂഷൻ തിരുവാതിര. മാർച്ച് 29 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ഗണപതി ഹോമം, തുടർന്ന് പ്രത്യേക പൂജാതി കർമ്മങ്ങൾ, ശയ്യയിൽ എഴുന്നള്ളിക്കൽ. 12:30 മുതൽ അന്നദാനം. വൈകുന്നേരം 6 മണിക്ക് ബിംബശുദ്ധി കലശപൂജയും മറ്റ് പൂജാതി കർമ്മങ്ങളും നടക്കും. മാർച്ച് 30 തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ഗണപതി ഹോമം, തുടർന്ന് 9:09 11:12 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പീഠപ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. മഹാപൂജയും പ്രസാദ വിതരണവും ഉണ്ടാവും. തുടർന്ന് 12:30 മുതൽ അന്നദാനം നടക്കും. വൈകുന്നേരം 6 മണിക്ക് ദീപാരാധന. ഏപ്രിൽ 1 കളിയാട്ടാരംഭത്തിൻ്റെ ഭാഗമായി രാവിലെ 10 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രം കാഴ്ച കമ്മിറ്റി പരിസരത്തു നിന്നും ആരംഭിക്കും. 11 മണിക്ക് അക്ഷരശ്ലോക സദസ്സും 2:30 ശ്രീമുത്തപ്പൻ വെള്ളാട്ടവും. വൈകുന്നേരം 6 മണിക്ക് ദീപാരാധന. 7 മണി മുതൽ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട്. 9 മണിക്ക് തിരുമുൽ കാഴ്ച. 9:30 ആചാരവെടിക്കെട്ട്. 10 മണിക്ക് നീലമംഗലം കലാസമിതിയുടെ വയലിൻ ഫ്യൂഷൻ. ഏപ്രിൽ 2 വ്യാഴാഴ്ച പുലർച്ചെ മുതൽ പൊട്ടൻ ദൈവം, കരിഞ്ചാമുണ്ടി, കക്കറ ഭഗവതി, നാട്ടുമൂർത്തി, വീരൻ തെയ്യം എന്നിവയുടെയും, രാവിലെ 10 മണിക്ക് വയനാട്ട് കുലവൻ്റെയും 11:30 വിഷ്ണുമൂർത്തിയുടെയും തുടർന്ന് ഗുളികൻ ദൈവത്തിൻ്റെയും പുറപ്പാട് നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. വൈകുന്നേരം 5 മണിക്ക് ആറാടിക്കൽ ചടങ്ങോടെ മഹോത്സവം സമാപിക്കും. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.